ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ഇയർ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതുമായി കണക്റ്റഡ് ഫാക്ടേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ക്വസ്റ്റ്യൻ: സൂര്യതാപം ഭൂമിയിലെത്തുന്ന രീതി ഏത്? ഓപ്ഷൻ എ അഭിവഹനം, ഓപ്ഷൻ ബി വികിരണം, ഓപ്ഷൻ സി സംവഹനം, ഓപ്ഷൻ ഡി ചാലനം. ഉത്തരം ഓപ്ഷൻ ബി വികിരണം. അന്തരീക്ഷ താപന പ്രക്രിയകളെ 4 തിരിച്ചിരിക്കുന്നു. 1 താപചാലനം, 2 സംവഹനം, 3 അഭിവഹനം, 4 ഭൗമവികിരണം. താപചാലനം എന്ന് പറഞ്ഞാൽ ചൂടുപിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്ന രീതിയാണ് താപചാലനം. ചൂടുപിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്ന രീതിയാണ് താപചാലനം. ചൂടായ വായു വികസിച്ച് ഉയരുന്ന താപവ്യാപന പ്രക്രിയയാണ് സംവഹനം. ചൂടായ വായു വികസിച്ച് ഉയരുന്ന താപവ്യാപന പ്രക്രിയയാണ് സംവഹനം. അഭിവഹനം എന്ന് പറഞ്ഞാൽ കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ നടക്കുന്ന താപവ്യാപന പ്രക്രിയയാണ് അഭിവഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ നടക്കുന്ന താപവ്യാപന പ്രക്രിയ. ഭൗമവികിരണം എന്ന് പറഞ്ഞാൽ ദീർഘതരംഗ രൂപത്തിൽ ഭൗമോപരിതലത്തിൽ നിന്ന് ശൂന്യാകാശത്തേക്ക് താപം മടങ്ങിപ്പോകുന്ന പ്രക്രിയയാണ് ഭൗമവികിരണം. അപ്പോൾ ചൂടുപിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്ന രീതി താപചാലനം. ചൂടായ വായു വികസിച്ച് ഉയരുന്ന താപവ്യാപന പ്രക്രിയ സംവഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ നടക്കുന്ന താപവ്യാപന പ്രക്രിയ അഭിവഹനം. ദീർഘതരംഗ രൂപത്തിൽ ഭൗമോപരിതലത്തിൽ നിന്ന് ശൂന്യാകാശത്തിലേക്ക് താപം മടങ്ങിപ്പോകുന്ന പ്രക്രിയ ഭൗമവികിരണം. ക്വസ്റ്റ്യൻ: നിസ്സഹരണ സമരത്തിൻ്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ എ നികുതി നൽകാതിരിക്കുക, ഓപ്ഷൻ ബി തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ഓപ്ഷൻ സി കൃഷിയിടങ്ങൾ തരിച്ചിടുക, ഓപ്ഷൻ ഡി ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക. ഉത്തരം ഓപ്ഷൻ സി കൃഷിയിടങ്ങൾ തരിച്ചിടുക. നിസ്സഹരണ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം 1920-22. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദേശീയ പ്രക്ഷോഭം. അതുപോലെ നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ. ക്വസ്റ്റ്യൻ: ഒരു രാജ്യത്തിൻ്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിനു പറയുന്ന പേര്. ഓപ്ഷൻ എ സ്ഥിര വിനിമയ നിരക്ക്, ഓപ്ഷൻ ബി അയവുള്ള വിനിമയ നിരക്ക്, ഓപ്ഷൻ സി മാനേജ് ഫ്ലോട്ടിംഗ്, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ സ്ഥിര വിനിമയ നിരക്ക്. കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ്ഘടനയിൽ സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര അധികൃതരോ സമ്പദ്ഘടനയിലെ പ്രധാന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. എന്നാൽ കേന്ദ്രീകൃത സമ്പദ്ഘടനയിൽ നിന്നും വ്യത്യസ്തമായി കമ്പോള വ്യവസ്ഥയിൽ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും കമ്പോളം വഴിയാണ് സംഘടിപ്പിക്കുന്നത്. കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ്ഘടനയിൽ കേന്ദ്ര അധികാരോ അല്ലെങ്കിൽ സർക്കാരോ ആണ് പ്രധാന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. കമ്പോള വ്യവസ്ഥയിൽ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും കമ്പോളം വഴിയാണ് സംഘടിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ: ഏതു പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്? ഓപ്ഷൻ എ ഒന്നാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ബി രണ്ടാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ സി മൂന്നാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ഡി നാലാം പഞ്ചവത്സര പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി 1956 to 1961. രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ ആരംഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ആരംഭിച്ച ബക്രാം നങ്കൽ, ഹിരാക്കുഡ് പദ്ധതികൾ പൂർത്തീകരിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ദുർഗാപൂർ, ബംഗാളിലെ ദുർഗാപൂർ, അതുപോലെ ഛത്തീസ്ഗഡിലെ ഭിലായ്, ഒഡീഷയിലെ റൂർക്കേല. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ഏറ്റവും അധികം ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനമാണ്? ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി ജാർഖണ്ഡ്, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി ബീഹാർ. ആൻസർ ഓപ്ഷൻ എ ഒഡീഷ. ധാതുക്കളും പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങളും: സ്വർണം കർണാടകം, ചെമ്പ് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ബോക്സൈറ്റ്
ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ. അബ്രം ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്